Hey guys, welcome back to Videos. Guys, ഇന്നത്തെ വീഡിയോയിൽ റിഡിൽ ചാലഞ്ച്. സോ അപ്പോൾ എന്തായാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ ക്രൂ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷിലാ? അതെ, മലയാളത്തിൽ കിടക്കാൻ തന്നെ ഉത്തരം അറിയില്ല, അപ്പോഴാണ് ഇംഗ്ലീഷിൽ. എന്തിനാ ഇപ്പൊ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ കൺഫ്യൂഷൻ ആവുമല്ലോ ഗൈസില്ലേ? എങ്ങനെ അപ്പൊ ഞാൻ തോറ്റു പോടേ. ക്രൂ ആണ് കണ്ടുപിടിച്ചത്. ഡോമ മറ്റേ ഇംഗ്ലീഷിൽ PhD ആണ്, ഡോമിനെ ട്രാൻസ്ലേറ്റ് ചെയ്തായിരിക്കും, ഇല്ലെങ്കിൽ ഡോമിന് വെട്ടും. ഓക്കെ, അപ്പൊ ഉത്തരം അറിയെങ്കിൽ എന്താ ചെയ്യാ? കൈ ബുക്ക അല്ലേ? ഓക്കെ, കൈ ബുക്ക, ഉത്തരം പറയാം. ഓക്കെ, മൈനസ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. വേണ്ടേ? മൈനസ് പോയിന്റ് വേണ്ടേ? വേണം വേണം, എന്നാലും എനിക്ക് പുകത്തിന്ന് താഴത്തേക്ക് പോകാം. എന്നാലും ഒരു സുഖമുള്ളു. മൈനസ് പോയിന്റ് ഉണ്ടായിരിക്കണം. അതെ, അപ്പൊ മൈനസ് പോയിന്റ് വേണ്ട. മൈനസ് പോയിന്റ് വേണ്ട. ഓക്കെ ഗൈസ്, മൈനസ് പോയിന്റ് നമ്മൾ ഇപ്രാവശ്യം വെക്കുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ചാനലിൽ നമ്മുടെ ഡോമിനേറ്റർ എക്സ് ഉണ്ട്, ആൻഡ് റാഷിക് DB ഉണ്ട്, ആൻഡ് എഡ്വിൻ BCB ഉണ്ട് ഗൈസ്. അപ്പൊ ഈ ഒരു 3 പേരാണ് നമ്മുടെ ചാനലിൽ പങ്കെടുക്കുന്നത്. സോ കടങ്കഥകൾ കൊണ്ട് ഇന്നത്തെ വീഡിയോ ഫുള്ളി എന്താ പറയാ അട്ടിമറിക്കാൻ വേണ്ടി പോകുന്നു ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം. അട്ടിമറിക്കാൻ മറിച്ച് വിടുക. അപ്പൊ എന്തായാലും ചാലഞ്ചിലേക്ക് പോകുന്നതിന് നമ്മുടെ വീഡിയോയിലേക്ക് അടിയാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ആരെ? ഞങ്ങളെ വീട്ടോക്സ് ഫോളോ ചെയ്യാം. ഓക്കെ, വീട്ടോക്സിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ ചാലഞ്ചിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. I am a dress everyone has but can't wear. ഞാനൊരു വസ്ത്രമാണ്, പക്ഷെ എല്ലാവർക്കും എന്നെ ധരിക്കാൻ പറ്റത്തില്ല. ഇത് ഇംഗ്ലീഷിലല്ല, ഫുട്വെയർ ആണ്. അല്ല, ഫുട്വെയർ അല്ല, ഡ്രസ് ആണ്. ഞാനൊരു ഡ്രസ്. ഇത് ഉത്തരം ഇംഗ്ലീഷിലാവാൻ ചാൻസ്. അപ്പൊ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ട് ആലോചിക്കേണ്ടി വരും. ഡ്രസ്. അഡ്രസ്സാണോ? കണ്ട, അഡ്രസ് ഡ്രസ്. ഞാൻ പറഞ്ഞേ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് ഡ്രസ് ഗൈസ്. ഇത് മൊത്തം പണിയാണ്. അതിനകത്ത് ധരിക്കാൻ ഡ്രസ് എന്നുണ്ടായിരുന്നല്ലേ? ഡ്രസ്സും അഡ്രസ്സും അതാണ് ഗൈസ്. ഞാൻ അവിടെയാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഒരു പോയിന്റ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാമല്ലോ അല്ലേ? റെഡിയല്ലേ? ഇപ്പൊ കളി മനസ്സിലായല്ലോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങളും നമ്മുടെ കൂടെ കളിക്കുക. എന്നിട്ട് എത്ര പോയിന്റ് ആണെന്ന് കമന്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യുന്നില്ല, കമന്റ് ചെയ്യും. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ. I am tall when I am short when I am old. ചെറുതാവുമ്പോ ഞാൻ നല്ല പൊക്കമുണ്ട്, വയസ്സാവുമ്പോ ഞാൻ ചെറുതായി. അതെന്താ അങ്ങനെ സാധനം? അതില്ലേ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള അതോണ്ടല്ല പറഞ്ഞത്. ഇത് കടങ്കഥൊക്കെ ഭയങ്കര സീനാണ് ഗൈസ്. ഓക്കെ, ചെറുതാകുമ്പോൾ അതന്നെ, ചെറുതാകുമ്പോൾ വലുതാകുമ്പോൾ ചെറുതാ. ആ സാധനം തന്നെ ആയിരിക്കും ഇതിന്റെ ഉത്തരം വരാൻ. ചായയുടെ സ്വാദ് കൂടും. ഇത് എനിക്ക് കിട്ടുന്നില്ല ഗൈസ്, എനിക്ക് കിട്ടില്ല. ഞാൻ തോറ്റ്. ഞാൻ ഈ സാധനം ക്വസ്റ്റ്യൻ ഇവിടെ കേട്ടിരിക്കണം, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല, സത്യം കിട്ടുന്നില്ല ഗൈസ്. ആലോചിച്ചിട്ട് ചിലപ്പോ ഈസി ആൻസർ ആയിരിക്കും. അത് കേൾക്കുമ്പോഴാണ് റിഗ്രറ്റ് എന്ന് പറയുന്ന സാധനം വരുന്നത്. ട്രീ ആണോ? ട്രീ അല്ല. ട്രീ എങ്ങനെയാണോ വയസ്സാകുമ്പോ താഴ്ന്നേ? വയസ്സാകുമ്പോ ചെറുതാവുന്നു. ഞാൻ തോറ്റ. ഉത്തരം എന്താ? കാണിക്കേ. മെഴുകി തിരിയടാ. മറ്റേ സത്യം കേട്ടാ. പക്ഷെ അങ്ങനെയല്ല അതിന്റെ ഉത്തരം. കരയുമ്പോൾ ചെറുതാവും. അങ്ങനെ എന്തോ ഒരു സ്കീമായിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. കരയാത്തപ്പോ ഇത് കുറച്ച് ആലോചിക്കേണ്ടി വരും കേട്ടാ. ചെറുതാവുമ്പോ വലുതാ. അത് കുഴപ്പമില്ല, വലുതും ചെറു. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, വാട്ട് ഈസ് ദ എൻഡ് ഓഫ് എ റെയിൻബോ? What is at the end of a rainbow? പറയട്ടെ. ബോ ആണോ? അല്ലേ? അപ്പൊ അതല്ല. What is the end of rainbow? Of a rainbow. End of a rainbow. ശരിയുള്ള ക്വസ്റ്റ്യൻ. മഴവിന്റെ അവസാനം എന്ത്? പറയാൻ പറ്റത്തില്ല. അത് പറഞ്ഞാ ഞാൻ പോകുന്ന പറഞ്ഞത്. What is the എനിക്കിനി പറയാൻ പറ്റുമോ?
എനിക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും ചെവിയില്. ആണോ? ഞാൻ പറയട്ടെ, എനിക്കൊരു ചാൻസ് ഉണ്ടോ? എനിക്ക് ഇത്ര കിട്ടി. ഞാൻ പറയട്ടെ, ഓൾറെഡി ചാൻസ് യൂസ് ഞാനൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ കേൾക്കണായിരുന്നു അല്ലേ? കേൾക്കണായിരുന്നു ഗൈസ്. നിനക്ക് പറയാനുണ്ടോ? സമയം തരും. ടിക് ടിക്. എന്റെ ഒരു പോയിന്റ് പോണേ. അവന് പോയിന്റ് ചത്താൻ ഞാൻ പറയുന്നു. ഞാൻ ഇനി ക്രൂവിന്റെ ചെവി പോയി പറഞ്ഞിട്ട് എടാ ഒറ്റ മിനിറ്റ്. ഡബ്ല്യു ഞാൻ പറയാൻ വന്നാളെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് കുറച്ച് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഗൈസ് മൊത്തത്തില്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കണ്ണട വെക്കാൻ മറന്നു. വെറുതെ ഉത്തരം കാണാതെ ഗൈസ്. അപ്പൊ നമ്മള് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആരും ഉത്തരം പറഞ്ഞു? 1-1. ഓക്കെ ഗൈസ്, 1-1 പോയിന്റ്. ഓക്കെ, ഒപ്പം പിടിച്ചോ? ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. യു ഗോ അറ്റ് റെഡ് ബട്ട് സ്റ്റോപ്പ് അറ്റ് ഗ്രീൻ. യു ഗോ വലിയ വണ്ടി എന്ന് പറയുന്നത്. യു ഗോ അറ്റ് റെഡ് ബട്ട് സ്റ്റോപ്പ് അറ്റ് ഗ്രീൻ. അതിന്റെ മലയാളം കൂടി ആലോചിച്ചു. ആദ്യം റെഡ് ആവും പിന്നെ ഗ്രീൻ ആവും. ആദ്യം റെഡ് ആവും പിന്നെ ഗ്രീൻ ആവും. അല്ല അല്ല, അതെങ്ങനെയാണ് പോകുമ്പോ റെഡ് ആവുന്നേ? ട്രെയിൻ പോവാൻ നേരത്ത് മറ്റേ കൊടിയാണ്. റെഡ് ഉണ്ടാവില്ല, റെഡില് പോവും. തേങ്ങ അത് പച്ച ചെയ്യുമ്പോഴല്ലേ അത് പോകുമ്പോ റെഡ് ആവും, നിർത്താൻ നേരത്ത് ഗ്രീൻ ആവും എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ആ സാധനം പോകുമ്പോ റെഡ് ആവും, നിർത്തുമ്പോ ഗ്രീൻ ആവും. ഈ റെയിൽ ട്രാക്കിന്റെ സൈഡിൽ ഉണ്ടല്ലോ ലൈറ്റ്, അതില് സാധനമൊന്നുമില്ല. ആദ്യം റെഡ് ആവും പിന്നെ ഗ്രീൻ ആവും. എങ്ങനെ ആലോചിച്ചു? ഇതൊക്കെ എന്ത്? ഇത് മിക്കവാറും സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഉത്തരം കിട്ടിയാണ്, നമുക്ക് മാത്രം ഉത്തരം കിട്ടാത്തത്. ക്ലൂ ആണ്. ക്ലൂ വേണം. ഒരു ഫ്രൂട്ടാണ്. അതെങ്ങനെയാ? ഫ്രൂട്ട് അല്ലേ? അതേതാ അങ്ങനെ ഒരു ഫ്രൂട്ട്? ആലോചിച്ചു. യു ഗോ അറ്റ് റെഡ് പച്ചയും റെഡ് കളറും ആകുന്ന ഒരു പഴമാണെന്ന് മനസ്സിലായി. അതൊരു പഴം ആപ്പിൾ ആണോ? അല്ല. ആപ്പിളിന് കുരു പച്ച കളറല്ല. കുരു ഉള്ളിലുള്ള ഞാൻ പറയാം. അറിയില്ല. എന്നാൽ അത് ഇത് ഫ്രൂട്ട് റെഡ്. ആലോചിച്ചു. ആദ്യം റെഡ് കളർ ആവും പിന്നെ അവസാനം എത്തുമ്പോ ഗ്രീൻ ആവും. ലാസ്റ്റ് എത്തുമ്പോ അത് ഉദ്ദേശിച്ചാണ് ഞാൻ ആപ്പിൾ പറഞ്ഞത്. ആപ്പിളിന് കുരു പച്ച കളർ, കുരു തിന്നൂലല്ലോ, അതുകൊണ്ട് അങ്ങനെ നിർത്തുന്നത്. അതുപോലത്തെ എന്തോ ആണ്. ഒന്ന് ആലോചിച്ച് ചിലപ്പോ എനിക്ക് കിട്ടുമായിരിക്കും. അത് ആലോചിച്ചു. എനിക്ക് കിട്ടിയില്ല എന്തായാലും. നിനക്ക് കിട്ടിയോ? നിന്റെ ചാൻസ് തരുന്നില്ലേ? അറിയില്ല. ഞാൻ എന്തായാലും ഉത്തരം കേൾക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നു ഗൈസ്. എനിക്ക് തോറ്റടേ പറ. ശരിയാ. ആദ്യം റെഡ് കളർ ഞാനില്ലേ ഞാൻ പുറത്തുനിന്ന് ഉള്ളിലോട്ട് പോയത്, ഉള്ളിന്ന് പുറത്ത്. ശരിയാട്ടാ, നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോ താഴത്തായാലേ സംഭവം. അയ്യോ ബുദ്ധി പോകുന്നില്ല. ബുദ്ധി വർക്കാവുന്നില്ല. അടിപൊളി ഗൈസ്. കണ്ണാടി ഒരിക്കും വേണ്ട ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. എനിക്കിതായാലും ഒരു മാർക്ക് ചെവി കൂടെ ഒക്കെ പോകുന്നു ഗൈസ്. അവർക്ക് വായിച്ചോമേ. Can you name 3 consecutive days without using Sunday? വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ. അതായത് അടുപ്പിച്ച് 3 ദിവസങ്ങള് പറയാൻ. സൺഡേയും വെനസ്ഡേയും ഫ്രൈഡേയും ഇല്ലാത്ത മൺഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ. അതേതാ അങ്ങനെ എന്തെങ്കിലും ഇടായ്പ സാധനം ഇരിക്കട്ടാ. ഈ 3 ദിവസം പെടാതെ വേറൊരു 3 ദിവസം പറയാൻ. അതേതാ ഈ 3 ദിവസം ഒരുമിച്ച് വരൂലല്ലോ? ബാക്കി എല്ലാത്തിനും ഇടയിലല്ലോ ഇത് വരുന്നത്. മൺഡേ ആണെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, കറക്കാൻ വേണ്ടിട്ടുള്ള സാധനം. ഞാൻ പറഞ്ഞില്ലേ 3 ലാസ്റ്റ് ഓപ്ഷൻ കിടക്കണില്ലേ, അത് നമ്മൾ കറക്കാൻ വേണ്ടിട്ടുള്ള. ഈ ക്വസ്റ്റ്യൻ വരുന്നത് ആ ഡേയ്സ് വരെ ഉള്ളൂ. ക്യാൻ യു നെയിം 3 കോൺസിക്യൂട്ടീവ് ഡേയ്സ്? നോ വേ. കണക്കഥക്ക് ഉത്തരം പറയാനുള്ള ബുദ്ധി ഓടുന്നില്ല ഇപ്പോ. ഒരു ക്ലൂ തരൂ. ഒരു ഹിണ്ട്. ആദ്യത്തെ ഡേ എന്ന് പറയുന്നത് ഇന്നലെ. അയ്യോ, ഇന്നെന്താ വെച്ചാ തോറ്റോ? യെസ്റ്റർഡേ, ടുഡേ, ടുമാറോയിലെ ഡേ ഇല്ലല്ലോ. അതാണോ യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ? അതാണോ യെസ്റ്റർഡേ, ടുമാറോ? അത് ശരിയാ. ഇന്നലെ, ഇന്ന്, നാളെ. 3 അടുപ്പിച്ചല്ലേ വരുന്നേ. എടാ, ഓ ഞാൻ
ഓ ശരിയാ ശരിയാട്ടോ. അങ്ങനെ ഡേ ഉണ്ടല്ലേ? താഴത്തോട്ട് ഇറങ്ങി ചിന്തിക്കണം. അതെ ഇത് കിളി പോവും ഗൈസ്, ഇത് കിളി പോവും, കൺഫേം ആയിട്ട് കിളി പോവും. അയ്യോ കാണണം. അതെ ക്രൂവിനൊന്ന് കാണണം. ഓക്കെ ഗൈസ്, പോയിന്റ് 1 2. ഓക്കെ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. അടുത്ത ക്വസ്റ്റ്യൻ. odd number. Take away one letter and I became even. ഓഡ് നമ്പർ ആണ്, അക്ഷരം മാറ്റിയാ ഞാൻ ഈവൻ ആവും. ഈവൻ ആവും. ആലോചിച്ച് നോക്കണം. 11 ആണോ? അല്ല. അതെങ്ങനെയാ മണ്ടൂസേ? അയ്യോ അതെങ്ങനെ ഓഡ് നമ്പർ ആണ് വെട്ടിയാലും ഓഡ് നമ്പറിലാവത്തുള്ളൂ. അതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല, വേറെ സാധനം. ഒരക്ഷരം മാറ്റി കഴിഞ്ഞാൽ ഈവൻ ആവും. 12 ആണോ? അതെങ്ങനെ? 12 അല്ല, ലെറ്റർ ആണ്, നമ്പർ അല്ല മാറ്റുണ്ട്, ലെറ്റർ മാറ്റുണ്ട്. ആ ഞാൻ ലെറ്റർ ആവുമല്ലോ. വണ്ണ് ഞാൻ ലെറ്റർ ആവാ, വണ്ണ് നമ്പർ അല്ലേ? ONE ലെറ്റർ ആയില്ല. അപ്പോ ONE അത് ഏത് ലെറ്റർ മാറ്റിയാലോ? ഈവനോടെ അതെ ലെറ്റർ ആവാന്ന് അതന്നെ നമ്മളങ്ങനെയല്ല ആലോചിച്ചത്. ആവാൻ പക്ഷെ ഉത്തരവുണ്ട്. നമ്പേഴ്സ് ഇങ്ങനെ പറഞ്ഞു നോക്ക് ഇംഗ്ലീഷില്, അപ്പൊ കിട്ടും. ഒരക്ഷരം മാറ്റിയാൽ അയ്യോ എനിക്ക് കിട്ടി. ഞാൻ പറയട്ടെ, എനിക്ക് കിട്ടി കൺഫേം ആയിട്ട് കിട്ടി. ഇതൊന്നും ആലോചിക്കണം, ബുദ്ധി ഇല്ലല്ലോ, ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നത്. ഇത്രയും വന്നു. ഇവനൊന്നും അറിയില്ല, അവന്റെ കണക്കൂട്ടിലൊന്നും അറിയില്ല. ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ അങ്ങോട്ട് 10. ഞാൻ പറയട്ടെ 7 അല്ലേ? എസ് മാറ്റിക്കാനേ ഇവൻ കണ്ടോ? ഞാൻ 11 ആദ്യം പറഞ്ഞത് പക്ഷെ 2 ബ്രോ തലയൊക്കെ ചൂടായല്ലോ. അവിടെ 11 എന്ന് പറയുമ്പോ ഞാൻ 11 ഒന്ന് മാറ്റിയാ എങ്ങനെയാ ഓട് തന്നെ ആണല്ലോ. പിന്നെ എന്തെടുത്ത് അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ലെറ്റർ നമ്പർ അല്ല. പോയിന്റ് പോയ കളി പോയിന്റ് കിട്ടിയിട്ടില്ല. അത് വേറെ കാര്യം. സെയിം പോയിന്റ് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ ഗൈസ്, കമോൺ. കിലോഗ്രാമോ ഏതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത്? അത് 1 കിലോഗ്രാം ഫെദറിനാണ്, 1 കിലോഗ്രാം അയണിനാണ് വെയിറ്റ് കൊടുക്കുന്നത്. 2 സെയിം അല്ലേ? അതാർക്കറിയാമോ? കുസൃതി വില ഉണ്ടോ എന്ന് ആലോചിക്കരുത്. അപ്പൊ ഇതിന് ഉത്തരവാദിത്തം പിന്നെ പോയി പറഞ്ഞ കാര്യമില്ല. അത് ശരിയാണ്. പക്ഷെ ഞാൻ അതിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും എത്ര എഴുതി ഇതേപോലെ എഴുതിയത്. ഓക്കെ 2 ഓക്കെ. How many months have 28 days? How many? 12. ബ്രോ എല്ലാ മാസം 28 days ഉണ്ട്, മനസ്സിലായില്ലേ? തിരിച്ചിട്ടേക്കുവായിരുന്നല്ലേ? മാസത്തിൽ 28 days. അതെ, നമ്മളിതായിരിക്കും ഫെബ്രുവരി ആണെന്ന് വിചാരിക്കും, പക്ഷെ എല്ലാ മാസം 28 days ഉണ്ട് ഗൈസ്. ഓക്കെ പോയിന്റ് ഗൈസ്. അപ്പോ 3 2. Come on, അടുത്ത ക്വസ്റ്റ്യൻ ഗൈസ്. Sometimes I am dark, sometimes I am light. Most people love me. Sometimes I am dark, sometimes I am light. I am light. ചില സമയത്ത് ഞാൻ ബ്ലാക്ക് കളറാവും, ചില സമയത്ത് ഞാൻ വൈറ്റ് കളറാവും. പക്ഷെ എല്ലാവർക്കും ഇഷ്ടം. എന്നാലും ചില സമയത്ത് ഞാൻ ബ്ലാക്ക് ആണ്, ചില സമയത്ത് ഞാൻ വൈറ്റ് ആണ്. മോസ്റ്റ് പീപ്പിൾ ലവ് മീ. വെറുതെ എന്തിനാ കാട് കയറി നിൽക്കുന്നത്? ക്ലൂ ആണോ? ക്ലൂ കഴിക്കുന്ന സാധനം. തിന്ന സാധനം ബ്ലാക്കും വൈറ്റും അല്ല ലൈറ്റും. ബ്ലാക്കും വൈറ്റും. ലൈറ്റ് നോക്കണ്ട, ബ്ലാക്കും വൈറ്റ് അതൊക്കെ ഈസി ആയിരിക്കും ഉത്തരം. ഓറിയാണോ? ഓറിയായാ അടിച്ചു എന്റെ അടിയൊക്കെ അങ്ങനത്തെ കളർ മാറണമെന്നുള്ളത്. അതിന്റെ പ്രൊഡക്റ്റ് ബ്ലാക്കും വൈറ്റിലും ഉണ്ട്. മോസ്റ്റ് പീപ്പിൾ ലവ് മീ പറഞ്ഞാൽ തന്നെ അറിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഗിഫ്റ്റ് കൊടുക്കലില്ല, വാലന്റൈൻസിലേക്കൊക്കെ ഇഷ്ടംപോലെ കൊടുക്കുന്ന ഗിഫ്റ്റ്. ഡയറി മിൽക്ക് ആണോ? ആണോ? ചോക്ലേറ്റ്. അതെന്താ ചോക്ലേറ്റ്?
വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇല്ലേ? ചേടാ ആ പോയിന്റ് കിട്ടിയില്ലല്ലേ. അടുത്ത് വരെത്തിട്ട് പോയിന്റ് പോയി. ഗൈസ് അത് വല്ലാത്ത ചോദ്യം പോയി, നമുക്ക് ആർക്കും ഉത്തരം കിട്ടിയില്ല, പോയിന്റ് കിട്ടിയില്ല ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. I am a building with the most stories. What am I? I am building with the most stories no. കൊറേ കഥകളിൽ ഒരു ബിൽഡിംഗ് ആണ്. ആലോചിച്ചാ കിട്ടും. കഥകളിലുള്ള ബിൽഡിംഗ് കഥകളിലല്ല, കഥകളിലെ ബിൽഡിംഗ്. ബിൽഡപ്പ് ആണോ? ബിൽഡപ്പ് ആണോ ഉത്തരം? ബിൽഡപ്പ് അല്ല. അല്ല അല്ലേ, ബിൽഡപ്പിൽ എവിടെ കഥ? കുറെ കഥകളിൽ ബിൽഡപ്പ് ചെയ്യല്ലോ ഓരോരുത്തർ, പൊക്കി പറയില്ല, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എന്റെ ആൻസർ ഇനി നിങ്ങൾ ആലോചിക്കോ, തലക്ക് ചൊറിയുന്നടേ. I am a building with the most stories. ലൈബ്രറി ആണോ? ഓ അങ്ങനെ ഓ ഇപ്പോഴാണ് ക്വസ്റ്റ്യൻ മനസ്സിലായത്. ഇതൊരു സിമ്പിൾ സാധനമായി. അതെ, നൈസ് കൊള്ളാം ബ്രോ. ഗൈസ് അപ്പോ ക്രൂ പറഞ്ഞു അടുത്തത് ഈസി ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. ഇതെങ്കിലും ഞാൻ ചെയ്യാൻ വേണ്ടി ഈസി ക്വസ്റ്റ്യൻ ഞാൻ കൈ നോക്കിക്കോളാം പ്ലീസ്. മാർക്കറ്റ് പറ്റില്ല. ഓക്കെ. വാട്ട് ഈസ് എ കങ്കാരൂസ് ഫേവറേറ്റ് ഇയർ? പണ്ട് പഠിക്കുമ്പോൾ കേൾക്കുന്ന സംഭവം. കങ്കാരൂസ് ഫേവറേറ്റ് ഇയർ. ഇയറാ? കങ്കാരുയുടെ ഫേവറേറ്റ് ഇയർ. അതെന്താ അങ്ങനെ? കങ്കാരുവിന് എനിക്ക് ഏറ്റവും വലിയ കമ്പനിയാണ്. ഞങ്ങൾ ഡെയിലി കങ്കാരൂടെ കങ്കാരൂസ് ഫേവറേറ്റ് ഇയർ എന്ന് പറയുമ്പോ ഇതന്നെ നമ്പർ ആണല്ലേ? നമ്പറല്ല, ഇംഗ്ലീഷിലാണ് ആൻസർ. കങ്കാരുവിന്റെ ഫേവറേറ്റ് ഇയർ. കങ്കാരുവിന്റെ മീറ്റിംഗ് ഇയർ അതൊന്നല്ല. പിന്നെ അത് കങ്കാരുവിനെ എപ്പോഴാ ഇതാണ് ഈസി ക്വസ്റ്റ്യൻ. കൊട്ടക്കകത്തിട്ട് അവിടെ ചെന്നിട്ട് ഇടിയും തരും. അതല്ല ഈസി ക്വസ്റ്റ്യൻ, ഞങ്ങള് ഞങ്ങൾ നോക്കിയില്ല കേട്ടോ. ബ്രോക്ക് വേണ്ടി ഞങ്ങൾ വിട്ടു തന്നു. ബ്രോ നോക്കിക്കോ. ഞാൻ ഇത് നമ്മുടെ സിലബസ് ഇതില്ലായിരുന്നു. കങ്കാരു എന്താ ചെയ്യല് ശരിക്കും? കങ്കാരു ചാടും. അത് കണക്ട് ആയിട്ടുള്ള ഒരു ഇയറാ. ചാടും. ഒന്ന് ആലോചിച്ച് നോക്കെ എങ്ങനത്തെ ഇയേഴ്സ് ഉണ്ട് ഇംഗ്ലീഷില്. ഞാനൊരു കാര്യം ഉണ്ടല്ലോ കേട്ടാ, നിങ്ങൾ ഇവിടെ വന്നിരിക്കും, ഞാൻ അവിടെ ഞാൻ തോറ്റു, എനിക്ക് വയ്യ, അറിയില്ല. ചാടുന്ന ഇയറാണ്. ചാടുന്ന ഇയറാന്ന് പറഞ്ഞു ആലോചിച്ച് കിട്ടുന്നില്ല. ചാടുന്ന ഇയർ ഫസ്റ്റത്തെ അക്ഷരം പറയണം. എൽ. ലീപ്പ്. മനസ്സിലായ ഇയറിലുള്ള ഇയർ ഞാൻ ആലോചിച്ചു. ഇയർ ലീപ്പാണ് ചാടുന്ന പറഞ്ഞപ്പോ. അതെ. 3 ആണോ 4 ആണോ? ചലഞ്ചിൽ എന്നെ കൊണ്ടൊരു ഉപകാരം ഇല്ലല്ലോ. 3 ആണോ 4 ആണോ? 3. എനിക്ക് അപ്പൊ ഡോമിന് ഒരു പോയിന്റ് കൂടി ഇവിടെ ആഡ് ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിൽ അപ്പൊ ഇനി വരുന്നൊക്കെ എന്താണെന്ന് അറിയില്ല. ഒരു പൊട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്കെ. Poor people have it, rich people need it. If you eat it, you die. Poor people have it, rich people need it. What is it, guys? If you eat it, you die. ഇതിന്റെ ആൻസർ കോമഡി. കോമൺ ആയിട്ടുള്ള ആൻസർ ആണല്ലേ 3 ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ കോമഡിയാണ്. കോമഡി അല്ലേ? ഉത്തരം കോമഡി ആണോ? കോമഡി ആൻസർ ആൻസർ അല്ല എന്ന് പറഞ്ഞേ. അല്ലേ ഉത്തരം പറഞ്ഞ കോമഡി. അവരുടെ കയ്യിലുണ്ട്, ഇവരുടെ ഇല്ല. പക്ഷെ തിന്നാൻ പറ്റാത്ത എന്താണോ ദൈവമേ. പൂർ പീപ്പിൾസിൽ ഉണ്ട്, റിച്ച് പീപ്പിളിൽ ഇല്ല, പക്ഷെ അവർക്ക് ആവശ്യമുണ്ട്. അതെന്താ അങ്ങനത്തെ സാധനം? ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് എങ്ങനെ തിന്നുക? അതല്ലേ ഇത് കുഴപ്പിക്കണ ക്വസ്റ്റ്യൻ ആണ് ബ്രോ. ബ്രോക്ക് കിട്ടും. ബ്രോന്റെ കുരുട്ട് ബുദ്ധിയിൽ ആലോചിച്ച സാധനം കിട്ടും. തേങ്ങ ഇതിനൊക്കെ എങ്ങനെ ആലോചിക്കാൻ? നീ ഇരുത്തി ആലോചിച്ചു. ഇരുന്ന് കിടന്ന് ആലോചിക്കാൻ കിട്ടും. ലോകണ്ണ എല്ലാം കളിപ്പിച്ചാൽ മതിയായിരുന്നു. ഉത്തരം നോക്കട്ടെ. ഒന്നുമില്ല. If you eat it, you die. അതെന്താ അപ്പൊ ഈറ്റിട്ട് യു ഡൈ? അതെങ്ങനെ നത്തിങ് തിന്നാൻ പറ്റുന്നേ? അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല.
If you eat it, you die എന്നല്ലേ? Nothing, ഒന്നുമില്ല. നമുക്ക് അധികം ആലോചിക്കാൻ ഉത്തരവില്ലാതെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? അറിയില്ലാതെ പറയുന്നവരോ? അതെ ശരിയാണ്. നിങ്ങൾ നെത്തിങ് ആയിരിക്കുമല്ലോ അല്ലേ പറഞ്ഞത്? അവരെന്തായാലും നെയ്മറിനെ കണ്ട ഇനി നാട്ടുകാർ അടിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. I go up when the rain comes down. What I am? I go up when the rain comes down. Rain കേട്ടോ. ഇത് നല്ല question. മഴ താഴെ വീഴുമ്പോ മേളിലേക്ക് വീഴുന്ന സാധനം വാട്ടർ. വെള്ളം പിന്നെ വെള്ളം എങ്ങനെ താഴെ ഇങ്ങനെ വീഴുമ്പോ വെള്ളം ഇങ്ങനെ പൊങ്ങി 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 പിന്നെ പൊങ്ങി ആകാശം വരെ മുട്ടാൻ പോകല്ലോ. പറയാൻ പറ്റില്ല. മുട്ടിയാലോ? കിണറ്റിലെ വെള്ളം മുട്ടാലോ? കിണറിലെ വെള്ളമാണ് ഉത്തരം. വെള്ളമല്ല. ഓക്കെ, ഹാപ്പിയായി. മൈനസ് മാർക്കില്ല. അത് വലിയ പഠിച്ച് കയറി തന്നെ എല്ലാവരും മൈനസിലുണ്ട്. നീ എന്തൊക്കെയാണ് ആലോചിക്കുന്നത്? കുരുട്ട് ചോദ്യമാണ്. ആത്മാവെന്ന് പറ. മഴയത്ത് മറ്റേ കാറ്റൊക്കെ അടിച്ച് മറ്റേ ചില ഒന്ന് തലയിൽ വീണ് അങ്ങനെയൊക്കെ ചിലപ്പോ എഴുതി വെച്ചോളാം. ശരിയാ, അങ്ങനെ എഴുതി വെച്ചോളാം. മഴ താഴെ വീണു അപ്പൊ പൊക്കത്തേക്ക് പോകും. Clue ആണോ? കൊടുത്തോ. മഴ പെയ്യുമ്പോ യൂസ് ചെയ്യുന്ന സാധനം. കൊട. ഇതിന് മലയാളം കേട്ട ചിലപ്പോ പറഞ്ഞേ. ഇത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സത്യം. മഴ പെയ്യുമ്പോ ഈ സാധനം പൊങ്ങുന്നു. എന്നാലും ഇത് ഡോമെന്നൊക്കെ പഠിച്ചു വെച്ചിട്ട് മാറ്റി വെച്ചത്. അതെ. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. -10 ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ കിട്ടുട്ടോ. Which letter of the alphabet has the most water? ഏറ്റവും കൂടുതൽ വെള്ളമുള്ള അക്ഷരം. ഏറ്റവും കൂടുതൽ വെള്ളമുള്ള അക്ഷരം, ലെറ്റർ. ആറാണോ? അല്ല. സി ആണോ? സി. കടൽ. ആറ് മറ്റേ പുഴ എന്നാ? മറ്റേ ആരെന്തുകൊണ്ട് പറഞ്ഞു? 6 വാട്ടർ റിവർ അങ്ങനെ അങ്ങനെ വരാം കേട്ടോ. അങ്ങനെ വരാം. പക്ഷെ സിയ 6. അയ്യോ ഞാൻ കയ്യിൽ നിന്ന് പോയിന്ന് വിചാരിച്ചു. എന്തായാലും ഒരു പോയിന്റ് ആഡ് ആയിട്ടുണ്ട് ഗായ്സ്. നിങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. I am something you can catch but can't throw. പിടിക്കാൻ പറ്റും പക്ഷെ കൊടുക്കാൻ പറ്റില്ല. എറിയാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റില്ല. പിടിക്കാൻ എളുപ്പമാണ് പക്ഷെ പിടിക്കാൻ പറ്റും പക്ഷെ കൊടുക്കാം. ക്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷെ അത് കൈമാറാൻ പറ്റില്ല. മലയാളത്തിൽ പറഞ്ഞല്ലോ. നമുക്ക് വരും പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സംഭവം. നമുക്ക് വരും പക്ഷെ കൊടുക്കാൻ പറ്റില്ല. ഓക്സിജൻ ആണോ? അല്ലെങ്കിൽ ശ്വാസം എടുക്കുക? അങ്ങനെ എന്തോ സാധനം കേട്ടാ. അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല സാധനം. നമ്മൾ എടുക്കണം. അവിടെ ഒരാൾ കൊമ്പനാണോ? അതൊക്കെ എല്ലാ ദിവസവും കൊടുക്കുന്ന സാധനം. മാറി അല്ല, ഓക്സിജൻ നമുക്ക് എടുക്കാം പക്ഷെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഉദ്ദേശിച്ചത്. നമ്മളെ വിട്ടേനാ കാർബൺ ഡയോക്സൈഡ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഓർമ്മ അസുഖാണ്. ചിക്കൻ ബോക്സ് ആണ്. ചിക്കൻ ബോക്സ് ഒക്കെ കൊടുക്കാൻ പറ്റില്ല. പകരും അത്. ചിക്കൻ ബോക്സ് പകരും. അതല്ലല്ലോ. ഉത്തരവാണോ? ശരിയാ. കോൾഡ് പകരില്ല. ചിക്കൻ ബോക്സ് ഒക്കെ മറ്റേ പെട്ടിക്കകത്താക്കി ബോക്സ് ആയിട്ട് എടുത്തോ. അപ്പൊ അതും പോയി. ഞാനൊക്കെ മറ്റേ ഇപ്പഴാ കഴിക്കാൻ പറ്റാത്ത ബോക്സ്, ചിക്കൻ ബോക്സ്. നമ്മള് അങ്ങനത്തെ കണക്കത്തൊക്കെ പഠിച്ചിട്ടുള്ളൂ. എന്നുവെച്ചാ ഒരു മാനും വേണ്ട പക്ഷെ ആണെങ്കിൽ അത് വിട്ടളയാൻ വേണ്ടില്ല. ഞാൻ കേട്ടില്ല പക്ഷെ നീ ഉദ്ദേശിച്ചെന്താ പക്ഷെ അതാവില്ല. ഒരാണിനും വേണ്ട പക്ഷെ അപ്പൊ അതല്ല ചോദ്യം അങ്ങനെയാണല്ലോ. പക്ഷെ നിന്റെ ചാൻസ് പോയില്ല. എന്ത് പറഞ്ഞില്ലല്ലോ. No man want to close.
ആലോചിച്ചോ കിട്ടില്ല പറയാ ആലോചിച്ചോ. വാട്ട് ഡസ് സ്നോ മാൻ വാണ്ട്? ഗൈസ് ഇതൊക്കെ ഇതിന്റെ ഉത്തരമൊക്കെ നിങ്ങൾക്ക് അറിയാവോ ഗൈസ്? ഇതിപ്പോ ഞങ്ങളായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക, നമ്മുടെ അത്രയും ഉത്തരം കിട്ടാത്ത. എങ്ങനെ അത് സിമ്പിൾ അല്ലേ? എങ്ങനെ തിരിച്ച് ഫുള്ള് അപ്പുറത്താണത്. അത് ക്യാമറ തോറ്റു. ഞാൻ തോറ്റ് ഞങ്ങൾ രണ്ടുപേരും തോറ്റു. ഇനി നീ കളി. അതിന്റെ ഉത്തരം എന്താ അറിയോ? ഒരു സംഭവം ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്തപ്പോ അതേപോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ജോബ് ഒരു പണിയില്ലാത്തവർ ഇങ്ങനെ കാത്തിരിക്കും. നമ്മുടെ അങ്ങനെയൊക്കെ ചെയ്തല്ലേ? സത്യം സത്യമാണല്ലേ? പക്ഷെ ജോബ് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. Precious stone in a pack of cards. മറ്റേ ചീട്ടിന്റെ കാർഡാണോ? ആ ബോക്സ് ആണോ? എന്താ പറയാ, ചീട്ട് കളിക്കുന്ന സാധനം. അതില് ഡയമണ്ട് അങ്ങനെ എന്തൊക്കെ ഇല്ല, അതാണ് സ്റ്റോൺ ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെയാണെന്നല്ലോ ക്വസ്റ്റ്യൻ. അല്ല ബോക്സ് ആണോ വിചാരിച്ചു. ഓക്കെ, ഉത്തരം പകുതി മുക്കാലും ശരിയായിരുന്നു. പക്ഷേ ഉദ്ദേശിച്ചത് പറയാ പക്ഷേ ചീട്ടിൽ കാർഡ് പറഞ്ഞില്ലേ, അതല്ലേ അതിത്തെ ഡയമണ്ട് അല്ലേ അത്. കേസ് ആരന്മാർക്കെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ. കൊമ്പനെങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ ഇരുന്ന് തർക്കിച്ച് സത്യം. What gets bigger every time you take from it? എടുത്തോണ്ടിരിക്കുമ്പോ വലുപ്പം കൂടുവോ? അങ്ങനെ എനിക്ക് അറിയുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. അത് ബലൂൺ ഫിഷാ. ബലൂൺ ഫിഷ് വെള്ളത്തിൽ നിന്ന് നമ്മൾ എടുക്കന്നെയാണോ സാധനം? ബലൂൺ ആണോ? ചെയ്യുന്നവരും വലിപ്പം കൂടുമെന്ന് അതൊന്നും എനിക്ക് ഓർമ്മ. ബലൂൺ അല്ല, ബലൂണ് നമ്മൾ ഊതുന്നവരെ വലിപ്പം കൂടും. അതിന്ന് എടുക്കുമ്പം ശരിയാ, അതിന്ന് എടുക്കുമ്പം അതൊന്നും വരാൻ ചാൻസ് ഇല്ല. ക്രൂ അങ്ങനെ ചെയ്യില്ല, ചെയ്യൂല. കട എടുക്കുന്നത് പലിശയാണ്. നമ്മളിങ്ങനെ എടുക്കുന്തോറും അതിന്റെ വലിപ്പം കൂടും. അതൊന്നും ഫസ്റ്റത്തെ അക്ഷരം എച്ച്. എന്നാ നോക്കണ്ട എനിക്കറിയില്ല. എച്ച് വെച്ചിട്ട് കുറെ പേർക്കുണ്ട്. അതിന്റെ വലിപ്പം കൂടും, നീളം കൂടും. തോറ്റ് എടുക്കുന്നോറും കുഴി. സത്യം മനസ്സിലായോ? നീ ഉത്തരം പറയേണ്ടതാണല്ലോ അങ്ങനെയാണെങ്കിൽ. ഗായ്സ്, അപ്പോ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് കയ്യിൽ നിന്ന് പോയി. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പോയി. എനിക്ക് നിങ്ങളൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും ഒരു മാർക്ക്. ഞങ്ങളും ശ്രമിക്കുന്നുണ്ട് എനിക്ക് മാർക്ക് ഉണ്ടായിക്കോട്ടെ, പക്ഷെ നമുക്ക് പോലും കിട്ടുന്നില്ല. പ്രശ്നം. ഓക്കെ ഗായ്സ്, അടുത്ത് ആൾവേസ് വരുന്നുണ്ട്. അതെന്ത് തേങ്ങിയാ? വരും പൊട്ട ഉത്തരാണോ? ആയിരിക്കും. കടങ്കഥല്ലേ? ഇയാളെ പൊട്ടനാ, അതൊന്നും വിചാരിക്കണ്ട. എപ്പോഴും വരും, പക്ഷേ എത്തൂല. ഫ്യൂച്ചർ. അതെങ്ങനെയാ ഡേ ആവുന്നേ? ഫ്യൂച്ചർ ഡേ. ഫ്യൂച്ചറിന്റെ എടാ ഇത് മനസ്സിലായോ? വരാൻ പോകുന്നൊരു കാര്യം. ഇതാണോ? പ്രസന്റ് ഡേ ആണോ? പ്രസന്റ് എന്താ പറയുന്നത്? ഒരു ക്ലൂ തന്നെ ഞാൻ പറയട്ടെ. പ്രസന്റ് അല്ല, പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയട്ടെ. ക്ലൂ കൊടുക്കോ? ഉത്തരം പറയട്ടെ. ഉത്തരം കൊടുക്ക്. ഞാൻ പറയണല്ലേ? ഫസ്റ്റ് ലെറ്റർ മതിയോ? അതായാലും മതി. ടി. ടുഡേ. ഏത് മണ്ടൻ പൊട്ടൊന്ന് അടങ്ങിയിരി. ചാൻസ് പോയി. പറയുന്നുണ്ടോ? ഇല്ല, അപ്പൊ കയറി പറയും.
എനിക്കറിയുന്നില്ല. പോയി 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 സമയം ലാസ്റ്റ് ലെറ്റർ എടുക്കും. ടുമാറോ ആണോ? അതോ ഈ പൊട്ടനെ പറഞ്ഞോളൂ. ഞാൻ പോയിട്ട് പിന്നെ അയ്യോ നല്ല സുഖമില്ല. ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ചാലഞ്ചിൽ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഒരു മാർക്ക് നമുക്ക് ആർക്കും ഉള്ളതല്ല, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കുള്ള. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം. നമുക്ക് ഗസ് ചെയ്യാം, പക്ഷെ പറയരുത്. കാരണം വീഡിയോ കാണുന്ന ആൾക്കാരും അത് കമന്റ് ചെയ്യണം. അല്ലാതെ പിന്നെ വീഡിയോ ആൾക്കാർ കമന്റ് ചെയ്യണം, കേട്ടിട്ട് അവര് കമന്റ് ചെയ്യില്ലേ? നിങ്ങൾ കിട്ടിയില്ലെന്ന് പറഞ്ഞത് എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് അയ്യോ കിട്ടിയിട്ട് പറയാൻ പറ്റാത്ത അങ്ങനെയല്ല. ഗൈസ്, അപ്പൊ ക്വസ്റ്റ്യൻ ഉത്തരം നിങ്ങളാണ് ഗൈസ് ഒക്കെ കമന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനൊരു പഴമാണ്, ഞാനൊരു പക്ഷിയാണ്, ഞാനൊരു ആളാണ്. അയ്യോ കിട്ടിയ ചെവിയിൽ പറ, ചെവിയിൽ പറ, ചെവിയിൽ പറ. എനിക്കിത് കിട്ടിയത് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞത്. നിങ്ങൾ പറയുന്നു. ഗൈസ്, ഞാനൊരു പഴമാണ്, ഞാനൊരു കിളിയാണ്, ഞാനൊരു ആളാണ്. ഗൈസ്, ഓക്കെ, ആരാണ് ഞാൻ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. സോ നമ്മൾ കമന്റ് ബോക്സിൽ ആരാണ് ശരി ഉത്തരം പറയുന്നത് ആ ഒരു ഉത്തരം പിൻ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, ഓക്കെ, നന്നല്ലേ? ഞാനൊരു പഴമാണ്, ഞാനൊരു കിളിയാണ്. ഒരു പഴമായി സത്യം കേട്ടോ. ഡോമിന്റെ പേര് ആരും ഇതില് നമ്മളെ കൂട്ടത്തിലുള്ള ആരുമല്ല ഗൈസ്, വേറെ ആരുമാണ്. അപ്പൊ ഗൈസ്, ഉത്തരം ആരും എന്തുകൊണ്ട് കമന്റ് ചെയ്യാം. ശരി ഉത്തരം പറയാൻ നമ്മൾ എന്തായാലും പിൻ ചെയ്ത് നോക്കുന്നതായിരിക്കും. നമ്മളെല്ലാവരും റിപ്ലൈ തരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് ഒക്കെ നമ്മുടെ ഇന്നത്തെ റിഡീൽ ചാലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്തൊരു കിടിലൻ ചാലഞ്ച് നമ്മൾ വീണ്ടും വരുന്ന അതുവരെ ടാറ്റാ.